പ്രധാനമന്ത്രി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് വളരെ അടുത്ത് മൈക്കൊക്കെ പിടിച്ച് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ അത് വളരെ കൗതുകം തോന്നി. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് അത് ചില സമയത്ത് അധ്യാപനം തോന്നാം, ചില സമയത്ത് ഒരു ജ്യേഷ്ഠ സഹോദരനും തോന്നാം, ചിലപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്, ചില ഘട്ടങ്ങളിൽ ഒരു വലിയ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പല തരത്തിലും പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളുണ്ടായി. ഇപ്പോൾ നിർദ്ദേശങ്ങളുടെ രൂപത്തിലായാലും തമാശയുടെ രൂപത്തിലായാലും ശാസനയുടെ രൂപത്തിലായാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പല തരത്തിലും പ്രധാനമന്ത്രി. അപ്പോൾ 25 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യയിൽ ഇരുന്ന ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അങ്ങനെ അതും വിജയകരമായി അദ്ദേഹത്തിൽ നിന്നും വരുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് അത്രത്തോളം പ്രചോദനം നൽകുന്നതാണ്. അതായത് അദ്ദേഹം തന്ന പ്രധാനമായും ഊന്നിയത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് നൽകിയ സന്ദേശം എന്താണ്? ഏത് രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനൊരു പ്രത്യേക കാഴ്ചപ്പാട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ആശയം സ്വീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ പരിഗണന രാജ്യത്തിന്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക്, സമൂഹത്തിന്, അങ്ങനെ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു സന്ദേശമാണ് എനിക്ക് അതിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം നമ്മൾ അനുകമ്പയോടെ സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കുമോ, ഇതായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. ഇതിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രമായി കൊണ്ടു ചെല്ലേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഓരോന്നും കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലെ അദ്ദേഹം വലിയൊരു ക്യാൻസർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഏതൊക്കെയാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് അത് സ്വീകരിക്കും. സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മുഴുവൻ പ്ലാനിൽ നിന്നും വ്യത്യാസം വരുത്തിയിട്ട് ഇന്നലെ രാത്രി എല്ലാവരും വീട്ടിലേക്ക് വരാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന 115 പേർക്ക്. ആ ടിക്കറ്റിൽ പലർക്കും ഒരു 8-9 ടിക്കറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ 8-10 സംസ്ഥാനങ്ങളിൽ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കാം. അല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യാൻ മെഷീനറി ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറയുകയും അത് BJP ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ആ പ്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള സംഘടനാ സംവിധാനവും മറ്റ് അഖിലേന്ത്യാ പ്രസിഡൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും ഒക്കെ ഓഫീസിലുള്ള മെഷീനറി വർക്ക് ചെയ്യുമല്ലോ. അത് ഒരു ഡയറക്ഷൻ കൊടുത്താൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് വർക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ജനപ്രതിനിധികളുമായി ഇൻട്രാക്ട് ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി കൊടുത്തിട്ട്, ഇപ്പോൾ വഡോദരയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മെഷീനുണ്ട്, അല്ലെങ്കിൽ സൂറത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ പറയുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ഒരു പ്രധാനമന്ത്രി ഇടപെട്ട് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു വിജയകരമായ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് വരികയാണ് കണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പോയ എല്ലാ ആൾക്കാർക്കും അതാത് സ്ഥലങ്ങളിലുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരും അവരുടെ OSD ഇതേ സ്ഥലങ്ങളിലുള്ള എഞ്ചിനീയർമാർ അവരുടെയൊക്കെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഡയഗ്രാം പരമാവധി ഒരു വീഡിയോ എടുക്കും, വീഡിയോ ഷൂട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കും, ഇതിൻ്റെ പേപ്പറുകൾ അവർ വാങ്ങും. ഈ പോയ ജനപ്രതികളൊക്കെ തന്നെ അവർ തിരിച്ചവരുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷം ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ, ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് പോയ കൗൺസിലർമാരൊക്കെ വന്ന ഉടൻ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അടങ്ങുന്ന ഞങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും, നമുക്കേതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ വിശദമായി. ഇങ്ങനെയാണല്ലോ ഒരു സമൂഹത്തിന് മുമ്പോട്ട് സാധിക്കുന്നത്.